സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്ന് മുതൽ പുനരാരംഭിക്കും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് നടത്തും. ഒക്ടോബർ 10ഓടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. മസ്റ്ററിംഗ് വിഷയത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, എങ്ങനെയാണ് ഇതിന്റെ സമയക്രമം? കാരണം ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു സമയക്രമം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഫെബ്രുവരി 20-നാണ് നമുക്കറിയാം 1.53 ലക്ഷം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചത്. എന്നാൽ സർവർ തകരാറിനെ തുടർന്ന് ആ മസ്റ്ററിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായത്. ഇപ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ഘട്ടങ്ങളിലായിട്ട് തന്നെയാണ് മസ്റ്ററിംഗ് നടക്കുക. ഒക്ടോബർ 8-ന് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും ഒരു തീരുമാനം ലക്ഷ്യമിടുന്നുണ്ട്. സെപ്റ്റംബർ 18 ഇന്നു മുതൽ 24 വരെ ആദ്യഘട്ടത്തിൽ ഈ മസ്റ്ററിംഗ് ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യഘട്ടത്തിൽ മസ്റ്ററിംഗ് നടത്തുക. രണ്ടാം ഘട്ടത്തിൽ കൊല്ലം, ആലപ്പുഴ, അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിലും, അതുപോലെ തന്നെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് 25 മുതൽ ഒക്ടോബർ 1 വരെയാണ്. ഒക്ടോബർ 3 മുതൽ 8 വരെയും ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളാണ് മൂന്നാം ഘട്ടമായി ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുക. ഫെബ്രുവരി 20-ന് സംസ്ഥാനത്ത് നേരത്തെ ആരംഭിച്ച മസ്റ്ററിംഗ് ആണ്. സർവർ തകരാറിനെ തുടർന്നാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം വേണ്ട എന്ന് തന്നെയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം ഈ മാസത്തിലെ റേഷൻ വീതം ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിലൊന്നും തന്നെ ഈ മസ്റ്ററിംഗ് നടപടികൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്നുള്ളതാണ്. എന്തായാലും 3 ഘട്ടമായി സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കി ഭക്ഷ്യവിതരണം അല്ലെങ്കിൽ റേഷൻ വിതരണം നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്.